ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ പോവാണ്. നീണ്ട 8-9 മാസത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് പോവാണ് ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകുന്നതിന്. പക്ഷേ ഒരൊറ്റ വിഷമമുള്ളൂ, എൻ്റെ കൂടെ അബി ഇല്ല എന്നുള്ളത്. അതൊരു വലിയ സങ്കടം തന്നെയാണ്. അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡബിൾ ഹാപ്പി ആയേനെ. നാട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ അബീനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ദുബായ് എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായത്. അവനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ കുറച്ച് ഇമോഷണലായിരുന്നു. എൻ്റെ കൂടെ അവനെ വിട്ടിട്ട് പോകുന്നതിന് ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. എന്നാലും നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ നല്ല പേടിയുണ്ട് കേട്ടോ. ഞാൻ വന്നത് ഒറ്റയ്ക്കാണെങ്കിൽ പോലും എനിക്ക് ഫ്ലൈറ്റ് ഭയങ്കര പേടിയാണ്. എൻ്റെ ഫ്ലൈറ്റ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അതാണ്, കോഴിക്കോട് ഡിലേ ആണ്. ഡിലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വേണ്ട ഫ്ലൈറ്റ് അവർ എത്തിച്ച് ശനിയാഴ്ച 4:45 വെളുപ്പിന് 4:45 ആക്കിയ മുതലുകളാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വമ്പൻ പോസ്റ്റായിരുന്നു. ദുബായ് എയർപോർട്ടിൽ കുറേ നേരം പോസ്റ്റായി ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു. ഉറക്ക ക്ഷീണം, സങ്കടം, എക്സൈറ്റ്മെൻറ്റ് എല്ലാം കൂടെ കലർന്നൊരു എന്താ പറയുക, ഒരു പ്രത്യേകതരം ഇമോഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നാട്ടിൽ പോകുന്നതിനെ, കാരണം നാട്ടിൽ ഉത്സവത്തിനാണ് മെയിനായിട്ട് പോകുന്നത്. ഉത്സവം കാണാം, എല്ലാവരെയും കാണാം, എല്ലാവരുമായിട്ട് ഒത്തുകൂടാം എന്നുള്ളൊരു പ്ലാന്. രണ്ടാമത്തത് ഫ്ലൈറ്റ് ഡിലേ ആയ വകയിൽ ഉത്സവത്തിൻ്റെ ചില ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഉത്സവത്തിനുണ്ടായ മെയിൻ നൃത്ത പരിപാടികളും ഒക്കെ മിസ്സാവും. മൂന്നാമത്തെന്ന് പറയുന്നത് അബിയായിട്ട് മിസ്സാവുക എന്നുള്ള, അബീനെ മിസ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ഘടകം തന്നെയാണ്. അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഹാപ്പി ആയിരുന്നേനെ. പക്ഷേ അവന് ലീവ് കിട്ടിയില്ല. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം അവൻ്റെ കൂടെ തന്നെ പോവുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വാഷ്റൂമിൽ പോയിട്ട് ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ മെയിൻ പരിപാടിയായിട്ടുള്ള ഫിറ്റ് ചെക്ക് ഏതെൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നത്. നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് ഇതിന് മുകളിൽ ജാക്കറ്റൊക്കെ ഇട്ടിരുന്നതല്ലേ. നല്ല ഒന്നാമത്തെ ദുബായ് തണുപ്പാണ്, പിന്നെ എയർപോർട്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റിനുള്ളിലും തണുപ്പായതുകൊണ്ട് ഞാൻ ഫുള്ളി സെക്യൂർഡ് ആയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവസാനം ഒരു 3 മണിയായപ്പോഴാണ് ഞങ്ങൾ ചെക്കിങ്ങിന് വേണ്ടി കയറിയതും സെറ്റാക്കിയതും ഒക്കെ. ഇത് ഇനിയും ഇവിടെ ഞങ്ങൾ ഒരുപാട് ടൈം പോസ്റ്റാക്കി. പക്ഷേ പോസ്റ്റാക്കിയാൽ ഒരു ഗുണം ഉണ്ടായത്, അവിടെ കുറേ ആൾക്കാരായിട്ട്, കാരണം കോഴിക്കോടേക്കുള്ള പലരും ആയതുകൊണ്ട് തന്നെ കോഴിക്കോട്ടുകാരെ കുറേ കാണാൻ പറ്റി. അവരായിട്ട് നല്ലോണം കമ്പനിയായി. പിന്നെ എനിക്ക് 1-2 ആളെ കിട്ടിയാൽ ഞാൻ അപ്പോൾ വർത്താനം തുടങ്ങും. പിന്നെ കോഴിക്കോട്ടുകാർ പൊതുവേ സംസാരപ്രിയരായതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. എല്ലാവരുമായിട്ട് നല്ലോണം സംസാരിച്ച് സമയം പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ക്യൂവിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. ഞാൻ ഫ്ലൈറ്റ് കയറി. അങ്ങനെ വിൻഡോ സീറ്റ് തന്നെ കിട്ടി എനിക്ക്. വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ വ്യൂ കാണാമൊക്കെ സന്തോഷം തന്നെ. പക്ഷേ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പി ആയിരുന്നേനെ. അങ്ങനെ എനിക്ക് പേടിയാണ്, ഫ്ലൈറ്റ് ഹൈറ്റൊക്കെ പേടിയാണ്. എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് മുഖത്ത് കാണിക്കാതെ ഞാൻ അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഇതാണ് നമ്മളെ ദുബായ് എന്നുള്ള വ്യൂ. ഏറ്റവും ദുബായിൻ്റെ മുകളിലുള്ള വ്യൂ എന്തൊരു ഭംഗിയാണെന്നറിയോ. വീഡിയോ അത് എത്രത്തോളം കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ എന്താ പറയുക, എന്തൊരു ഭംഗിയാണെന്നറിയോ. ലൈറ്റിങ്ങൊക്കെ ദുബായിൻ്റെ ആ ഒരു മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു ഭംഗി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ്. നല്ലോണം ആസ്വദിക്കാൻ പറ്റി. ഈ ഫ്ലൈറ്റ് പൊങ്ങുന്നതിൻ്റെ ടെൻഷനും പേടിയും ഉണ്ടെങ്കിൽ പോലും ഈ ഭംഗി ആസ്വദിക്കുന്നത് ഞാൻ മുടക്കിയിട്ടില്ല. കാരണം അത്രയും ഭംഗിയായിരുന്നു ഈ വീഡിയോയിൽ എത്രത്തോളം. കാരണം ആ ഗ്ലാസ്സിൽ കൂടെ ഉള്ള വ്യൂ അതിനോട് എത്ര ഉണ്ടാവും അറിയില്ല. അങ്ങനെ അതും കഴിഞ്ഞു. ഞാൻ കുറച്ചൊരു ഉറങ്ങാനുള്ള പ്ലാനൊക്കെ ഇട്ടു, പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ തട്ടി നീക്കി രാവിലെ പറഞ്ഞാൽ 4:45 ഫ്ലൈറ്റ് എടുത്ത്. കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ തന്നെ സമയമായിട്ട് പുലർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ണൊന്ന് മയങ്ങി ജസ്റ്റ് ഒന്ന് എണീറ്റപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ ഉള്ളത്. പിന്നെ അങ്ങനെ എണീറ്റ് നാട്ടിലേക്ക് എത്താനുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇരിക്കുക. കുറേ നേരം ഇങ്ങനെ ഇരുന്നു. ഒരു 4 മണിക്കൂർ ഫ്ലൈറ്റ് ആണല്ലോ. അപ്പോൾ 4 മണിക്കൂർ അങ്ങനെ ഇരുന്ന് സമയം എങ്ങനെ കളയണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ എൻ്റെ മുഖന്ത തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്ന്. വേറെ വഴിയില്ലല്ലോ. എൻ്റെ അടുത്ത് വേറൊരു ചെക്കനായിരുന്നുണ്ടായത്. അവനൊക്കെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. അധികം വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ കരുതി ഞാൻ അധികം വീഡിയോ എടുത്തില്ല. ഞാൻ എന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ എടുത്തു. വേറെ ആരും ഇങ്ങനെ നമ്മളെല്ലാവരും പ്രൈവസി മാനിക്കേണ്ടതിനോണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ നമ്മളെ നാടെത്താറായിട്ടുള്ള ആ ഒരു ഭംഗി പച്ചപ്പ് കണ്ടു തുടങ്ങി. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു നമ്മളുടെ സ്വന്തം കോഴിക്കോടിലേക്ക്. അയ്യോ, അതെന്തൊരു, സത്യം പറഞ്ഞാൽ അബി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഭയങ്കര ഫീലിംഗ് ആണ്, നിനക്ക് ഇറങ്ങിയാലേ മനസ്സിലാവുള്ളൂ എന്ന്. ആ ഫീലിംഗ് എനിക്ക് മനസ്സിലായി. കാരണം ആ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു പച്ചപ്പ്, നമ്മൾ അല്ലെങ്കിൽ തെങ്ങ് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറങ്ങി ബാക്കിയുള്ള ബാഗേജ് എടുക്കലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പേ ഉള്ള ഒരു പ്രഹസനമാണ്
നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ബാഗ് എടുത്ത് എല്ലാവരും ഇറങ്ങണമല്ലോ, അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഇറങ്ങി നമ്മൾ പിന്നെ നമ്മൾ ബാഗേജും കാര്യങ്ങളും ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണൊക്കെ ഇങ്ങനെ പരന്നു പോയെന്ന് അറിയില്ല. ഞാൻ കൺമഷി സൈഡിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ, പക്ഷേ കണ്ണ് അവിടെ എത്തുമ്പോഴത്തേക്കും മറ്റേ ജീമ്പുമ്പൻ്റെ മാതിരി ആയിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂ ആയിരുന്നു കേട്ടോ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ സ്ഥിരം സാധനം ഇതിൽ പോയിട്ട് സത്യം പറഞ്ഞാൽ ദുബായിൽ നിന്ന് വാങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷേ ദുബായിൽ നിന്ന് എന്താ വെച്ചാൽ എൻ്റെ ബാഗ് ഫുള്ളായതുകൊണ്ട് എനിക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഒരു സാധനം എടുത്ത് ഞാൻ നേരെ എൻ്റെ അനിയനും അനിയൻ്റെ ഫ്രണ്ട്, ഇതാണ് അനിയൻ്റെ ഫ്രണ്ട് വിഷ്ണു. അനിയൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെയും കൂടെ ഫ്രണ്ട്സാണ്. എന്നെ പെങ്ങളായിട്ട് കാണുന്ന ആളാണ് മൊത്തം ആൾക്കാരും. അതുകൊണ്ട് തന്നെ അവനാണ് എന്നെ കൂട്ടാൻ വന്നത്. അവർ രണ്ടുപേരും കൂടെ വന്നു. നമ്മൾ വണ്ടിയിൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു. രാവിലെ എത്തിയത് എപ്പോഴാണ് 10 മണിക്കറ്റാണ്. അവിടെ തന്നെ എല്ലാവരും പൊരിഞ്ഞിട്ടായിരുന്നു ഒന്നായത്. അതുകൊണ്ട് ആര്യഭവനിൽ കയറി എല്ലാവരും ദോശ തന്നു. ഞങ്ങൾക്ക് നോൽമ്പാണ്, ഉത്സവമായതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഉത്സവത്തിന് വീട്ടിലെത്തി സെറ്റായിട്ടുണ്ട്. ബാക്കി ഉത്സവ വിശേഷങ്ങൾ ഇവരെ കൂടെ ആയിരിക്കും കേട്ടോ. നമുക്ക് വഴിയെ കാണാം കേട്ടോ അതൊക്കെ. അപ്പോൾ ഈ അടുത്തടുത്ത വീഡിയോസ് ആയിട്ട് നമുക്കത് നമ്മുടെ നാട്ടിലത്തെ വിശേഷങ്ങളായിട്ട് അടുത്തടുത്ത വീഡിയോസിൽ കാണാം. ബൈ.